നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഗ്യാസ് കണക്ഷൻ്റെ KYC മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ഓൺലൈനായി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ കയറുക, ഇന്ത്യൻ ഓയിൽ 1 ആപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ പെർമിഷൻസ്, അതായത് ആപ്പിൻ്റെ പെർമിഷൻസ് അലൗ ചെയ്ത് കൊടുക്കുക. ഈ അലൗ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൊക്കേഷൻ ആക്സസും അലൗ ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന ഈ അഡ്വർടൈസ്മെന്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിന്റെ ആവശ്യം നമുക്കില്ല, അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ആപ്പ് രജിസ്റ്റർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് 3 ബാർ കാണാൻ പറ്റും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗിൻ ഓർ സൈൻ അപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ആദ്യം നമുക്ക് അതിൽ പ്രസ് ചെയ്യാം. ലോഗിൻ സൈൻ അപ്പ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിന്റെ താഴെ ഡു നോട്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം അതിൽ പ്രസ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID, നെയിം, ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്യുക. അതിനുശേഷം ഐ അഗ്രി ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. രജിസ്റ്റർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്തൊരു പോർഷനിലേക്ക് പോകും. ആ പോർഷനിൽ നമുക്കൊരു OTP റിസീവ് ആവും. ആ OTP എൻ്റർ ചെയ്യണം. അതിനുശേഷം അതിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതായത് നമുക്ക് ലോഗിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുക. ആ സെയിം പാസ്വേഡ് റിപ്പീറ്റ് ചെയ്ത് അടിക്കണം. അതിനുശേഷം നമ്മൾ OK ബട്ടൺ പ്രസ് ചെയ്യാം. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഒരു ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ @ നമ്പറും ഉണ്ടായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ പാസ്വേഡ് അക്സെപ്റ്റ് ചെയ്യൂല. അതുപോലെ തന്നെ മുകളിൽ അടിക്കുന്ന പാസ്വേഡും താഴെ അടിക്കുന്ന പാസ്വേഡും സെയിം ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പാസ്വേഡ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഈ പാസ്വേഡ് പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ പാസ്വേഡ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. കാരണം വീണ്ടും ഈ പാസ്വേഡ് നമ്മൾ അടിച്ചാൽ മാത്രമാണ് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പഴയ ലോഗിൻ പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് ആ സെയിം യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാൻ സെയിം മൊബൈൽ നമ്പറും പാസ്വേഡും തന്നെയാണ് ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ലോഗിൻ ചെയ്തതിന് ശേഷം വീണ്ടും ടോപ്പ് ലെഫ്റ്റ് സൈഡ് കോർണറിൽ കാണുന്ന ആ 3 വരയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിങ്ക് നൗ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് LPG ID, നമ്മുടെ LPG ID അടിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് LPG ID ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് LPG ID കണ്ടുപിടിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. മൈ LPG ID എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിച്ചോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിൽ മൈ LPG ID എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഓയിലിന്റെ സൈറ്റിൽ നിന്ന് തന്നെ നമ്മുടെ LPG ID കിട്ടുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം നോക്കാൻ പോകുന്നത് മൈ LPG ID എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ആ സൈറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫൈൻഡ് യുവർ LPG ID ഇന്ത്യൻ ഓയിൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ LPG ID കിട്ടുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ക്വിക്ക് സെർച്ച് വേണം യൂസ് ചെയ്യാൻ. ആ സൈറ്റിൽ ലോഗിൻ ചെയ്യാം. അവിടെ നമുക്ക് ക്വിക്ക് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാൻ പറ്റും. അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏതാണോ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ വേണം നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്താൽ നമുക്കൊരു OTP കിട്ടും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ നമ്പറിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഓയിലിന്റെ LPG ID കാണാൻ പറ്റും. ആ LPG ID നമ്മൾ നേരെ ഇന്ത്യൻ ഓയിലിന്റെ ആപ്പിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ആവും. അവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തതിനു ശേഷം അത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു OTP റിസീവ് ആവും. ആ OTP അടിച്ചതിന് ശേഷം ഡൺ പ്രസ് ചെയ്യാം. നമുക്ക് അതിന്റെ കൺഫർമേഷൻ മെസ്സേജ് വരും. അതിനുശേഷം വീണ്ടും നമ്മൾ റീലോഗിൻ ചെയ്യണം. അതായത് നമ്മൾ ആദ്യം ഉപയോഗിച്ച യൂസർ നെയിം പാസ്വേഡ് തന്നെ ഉപയോഗിച്ച് വീണ്ടും റീലോഗിൻ ചെയ്യുക. റീലോഗിൻ ചെയ്ത് വീണ്ടും നമ്മൾ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും KYC എന്ന് പറയുന്ന ഓപ്ഷൻ. KYC ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പ്ലേ സ്റ്റോറിൽ ചെല്ലുക. ആധാർ ഫേസ് ID എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ആപ്പിൽ വേറെ രജിസ്ട്രേഷനോ മറ്റോ ആവശ്യമില്ല. അത് ആപ്പ് മാത്രം ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇന്ത്യൻ ആപ്പിൽ ചെല്ലുക. KYC എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം അതിന്റെ ചെക്ക് ബോക്സ്, മുകളിൽ കാണുന്ന ചെക്ക് ബോക്സ് ഇനേബിൾ ചെയ്യുക. അതിനുശേഷം ഫേസ് സ്കാൻ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്തു വരാനുള്ള പെർമിഷൻ അലൗ ചെയ്യണം. അലൗ ചെയ്തു കഴിഞ്ഞാൽ ആധാറിന്റെ ആപ്പിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് താഴെ കാണുന്ന ചെക്ക് ബോക്സ് ഇനേബിൾ ചെയ്യുക. ആദ്യം തന്നെ അത് വായിച്ചു നോക്കുക. കാരണം അതിൽ
ഫേസ് കറക്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സ്പെക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്പെക്സ് റിമൂവ് ചെയ്യുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് വായിച്ചു നോക്കിയതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് പ്രസ് ചെയ്യുക. പ്രൊസീഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ക്യാമറ ഓപ്പൺ ആവുകയും നമുക്ക് ഇവിടെ നിന്ന് ഫേസ് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യും. ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ണ് ചിമ്മി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഡിറ്റക്റ്റ് ആവുകയും ആധാറിന്റെ ഡീറ്റെയിൽസ് ലോഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ലോഡ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അതിൽ ലോഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അത് വെരിഫൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ മെസ്സേജ് വരുന്നത് കാണാൻ പറ്റും. അതുകൂടാണ്ട് ഇന്ത്യൻ ഓയിലിന്റെ KYC റിക്വസ്റ്റിന്റെ നമ്പറും നമുക്ക് ലഭിക്കുന്നതായിരിക്കും മെസ്സേജ് ആയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.